Hi guys, welcome back to my channel Technical Browser. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് ഇത്രയൊക്കെ നടന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ഒരു ടാർഗറ്റിലാണ്. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് പരമാവധി ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 10 ഗൂഗിൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറയാൻ പോകുന്നത്. 5 ഇൻഫോർമേറ്റീവ് ട്രിക്സും 5 ഫണ്ണി ട്രിക്സുമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിലേതെങ്കിലും ഒരു ട്രിക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് എന്ന് വെച്ചാൽ ഇമേജ് സെർച്ച് എന്ന ട്രിക്കാണ്. നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ, ആ ഒരു ഫോട്ടോനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഫോട്ടോയിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ ആളുടെ നെയിമും കിട്ടും. ഒരു ഫേമസ് ക്യാരക്ടർ ആണെങ്കിലാണ് ഈ ഒരു നെയിമൊക്കെ കിട്ടുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണാം. അതൊന്ന് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്തതിന് ശേഷം google.com എന്ന് സെർച്ച് ചെയ്യുക. google.com എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾ മുകളിലോട്ടൊന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഇമേജസ് എന്ന് കാണാം. ആ ഇമേജസ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ആ ഇമേജസ് ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾക്ക് ക്യാമറേൻ്റെ ഒരു ഐക്കൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ആൻ ഇമേജ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചൂസ് ഫയൽ എന്നുണ്ടാവും. ആ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഗാലറി എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ദുൽഖർ സൽമാൻ്റെ ഒരു പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം അപ്ലോഡിങ് ഫയൽ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൻ്റെ ഒരു കണ്ടിട്ടുണ്ടാവും. അവിടെ ദുൽഖർ സൽമാൻ ഫാൻസ് അസോസിയേഷൻ കണ്ടില്ലേ. ഇപ്പോൾ അവിടെ ദുൽഖർ സൽമാൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇമേജിൻ്റെ സൈസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ മ്യൂസിക് സെർച്ച് എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു പാട്ട് ഇഷ്ടപ്പെട്ടു, ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പാട്ടോ അങ്ങനത്തെ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു പേര് കിട്ടുന്നില്ല അല്ലെങ്കിൽ ലിറിക്സ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളൊന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം അല്ല, ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വോയിസ് സെർച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. എന്നിട്ട് പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് വാട്ട്സ് ദി സോങ് എന്ന് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പാട്ടിൻ്റെ ആ ഒരു നെയിം നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. NCSൻ്റെ ആണ്. അപ്പോൾ മൂന്നാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ കൗണ്ട് നമ്പർ എന്നാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വലിയ നമ്പർ, ഇപ്പോൾ 987567 അല്ല മറ്റു വലിയൊരു നമ്പർ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ നമ്പർ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു നമ്പർ സെർച്ച് ചെയ്ത് ബാക്ക് സ്പേസ് ഇട്ടിട്ട് =, എന്ന് ഇട്ടിട്ട് വീണ്ടും ബാക്ക് സ്പേസ് ഇട്ടിട്ട് ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത ആ ഒരു കണക്കിൻ്റെ ആ ഒരു കൗണ്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ നാലാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ ആനിമൽ AR എഫക്ട്സ് ആണ്. അപ്പോൾ ഒരു ആനിമൽ നിങ്ങൾ സെർച്ച് ചെയ്തു, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്നേക്ക് സെർച്ച് ചെയ്തു. അപ്പോൾ ആ ഒരു സ്നേക്കിൻ്റെ ഒരു 3D എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്യാമറ എടുത്തിട്ട് ആ ഒരു ക്യാമറയിൽ ഇപ്പോൾ ഒരു സ്നേക്കിനെ ഒരു ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു സ്നേക്ക് അവിടെ ഉള്ള പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല 3D എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും AR എഫക്റ്റ് എന്താണെന്ന്. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാ ഫോണിലൊന്നും കിട്ടില്ല, പക്ഷേ പുതിയ ഫോണുകളൊക്കെ എന്തായാലും ഇത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളത് വേണ്ട ഒരു ആനിമലിൻ്റെ ഒരു പേര് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ദിനോസർ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് സെർച്ച് ചെയ്ത് എനിക്ക് താഴെ ഇവിടെ കാണാം. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യാത്ത ഫോണിൽ ഇങ്ങനെയാണ് കാണുക. ഇപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിനോസർ എന്നാണ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ കാണും വ്യൂ ഇൻ 3D എന്ന്. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള വരിക, ഒരു ഒറിജിനൽ ഭാഗം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് വരാത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ കൊണ്ട് ഉപയോഗിച്ച് ക്യാമറ ഒക്കെ എടുക്കാം.
അപ്പോൾ അഞ്ചാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ ഡേറ്റ് സെർച്ച് എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു ന്യൂസ് സെർച്ച് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു കൊറോണ ന്യൂസ്, നിങ്ങളിപ്പോൾ ഇന്ന് എത്ര പേർക്ക് കൊറോണ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്നലത്തെയൊക്കെയാണ് കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ട്രിക്കാണ് ഇത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു സംഭവം നിങ്ങൾ സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ കൊറോണ ന്യൂസ് ടുഡേ അപ്ഡേറ്റ് ടുഡേ എന്നുള്ളതാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ സാധാരണ വരുന്ന പോലെ ഒരു സെർച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ന്യൂസ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ഇൻ്റർഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂം ചെയ്ത് അവിടെ മുകളിൽ ഒരു സെറ്റിംഗ്സിൻ്റെ അപ്പുറം ടൂൾസ് എന്ന് കാണാം. ആ ടൂൾസ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അവിടെ കാണാം എനി ടൈം എനി ഓൾ റിസൾട്ട്സ്. അപ്പോൾ എനി ടൈം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ പാസ്റ്റ് 24 hour എന്നാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സമയത്തെ ന്യൂസ് മാത്രമേ കിട്ടൂ. ഇപ്പോൾ കാണാൻ പറ്റും 7 മണിക്കൂർ മുമ്പുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഗൂഗിൾ ഫണ്ണി ട്രിക്സ് ആണ്. അതിൽ ഫസ്റ്റ് ട്രിക്ക് എന്ന് വെച്ചാൽ ഗൂഗിൾ മിറർ എന്നാണ്. നിങ്ങളിപ്പോൾ ഒരു ആ ഒരു ടെക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ തലതിരിഞ്ഞ് നിൽക്കും. നിങ്ങളൊരു കണ്ണാടിയിൽ നോക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ട് ഗൂഗിൾ കാണുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഗൂഗിൾ മിറർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു സൈറ്റ് കാണാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത പാടെ തന്നെ നിങ്ങൾക്ക് തല തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുക. അതിലെന്ത് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അത് തല തിരിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഏഴാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ ഗൂഗിൾ ഗ്രാവിറ്റി എന്ന ട്രിക്കാണ്. അപ്പോൾ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഗൂഗിളിനെ താഴ്ത്താൻ പറ്റും. അതായത് ഗൂഗിൾ താഴോട്ട് പോകും. ആ ഒരു ഫണ്ണി ട്രിക്കാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളവിടെ ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കൊരു സൈറ്റ് കാണാം. ആ ഒരു സൈറ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം കാണാം. അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ടാപ്പ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, അതിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ താഴോട്ട് വീഴുന്നതായിട്ട് കാണാം. അവിടെ നിങ്ങൾക്ക് ആ ഗൂഗിളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എട്ടാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ ഫ്ലിപ്പ് എ കോയിൻ എന്നുള്ള ഒരു ട്രിക്കാണ്. നിങ്ങളിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കുകയോ ഒരു ബെറ്റൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ കോയിന് ടോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് കോയിന് ഇല്ലാതെ ഉള്ള ഒരു സമയം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഉപകാരപ്പെടുന്ന ഒരു ട്രിക്കാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ട്രിക്കിന് വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഫ്ലിപ്പ് എ കോയിൻ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ഫ്ലിപ്പ് എ കോയിൻ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ ആ ഒരു കോയിൻ്റെ സിഗ്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലിപ്പ് താനെ ഓട്ടോമാറ്റിക്കലി ഫ്ലിപ്പ് ചെയ്തിപ്പോൾ ടെയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ഫ്ലിപ്പ് അഗൈൻ സെലക്ട് ചെയ്തപ്പോൾ ഹെഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒമ്പതാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ ഗൂഗിൾ അണ്ടർ വാട്ടർ എന്ന ട്രിക്കാണ്. അപ്പോൾ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗൂഗിളിനെ താഴെ ഒരു വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു വളരെ രസകരമായൊരു ട്രിക്കാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം പോയിട്ട് നിങ്ങൾ ഗൂഗിൾ അണ്ടർ വാട്ടർ എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ അണ്ടർ വാട്ടർ എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് തന്നെ സൈറ്റ് കാണാം. ആ ഒരു സൈറ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു സൈറ്റ് സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ആ ഒരു വെള്ളത്തിനടിയിൽ മുകളിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സൂം ചെയ്യുക ആ ഒരു ഗൂഗിളിൻ്റെ ആ ഒരു സംഭവം. എന്നിട്ട് അവിടെ സെർച്ച് ബട്ടൺ കാണാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഒരുപാട് മീനുകൾ കൂടിയിട്ട് ഗൂഗിളിനെ താഴായിട്ട് എത്തുന്നതായിട്ട് കാണാം. വളരെ രസകരമാണ്. അപ്പോൾ പത്താമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ പ്ലേ ഗെയിംസ് എന്ന ട്രിക്കാണ്. ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഗെയിംസൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സിമ്പിൾ ഗെയിംസൊക്കെ നിങ്ങൾക്ക് ഹാങ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു സ്നേക്ക് ആൻഡ് ലാഡർ പോലത്തെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ട്രിക്കാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ട്രിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു ഗെയിം സെലക്ട് ചെയ്യാം. ഇപ്പോൾ PAC മാൻ എന്നാണ് സെർച്ച് ചെയ്തത്. ആ ഒരു PAC മാനിൻ്റെ ആ ഒരു ഗെയിം നിങ്ങൾക്ക് അവിടെ കാണാം. ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഗെയിം കളിക്കാം. താഴെ ഒരു ഇൻഡിക്കേറ്റർ ആ ഒരു ഏരിയ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസ് അവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ കാണാൻ പറ്റും സ്നേക്കിൻ്റെ ഗെയിമുണ്ട്. അവിടെ ഒരുപാട് ഗെയിമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഗെയിം കാണാൻ പറ്റും. ടിക്ടാക്ടോ ഒരുപാട് ഗെയിമുണ്ട്. അപ്പോൾ അതിലേക്ക് കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.